മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ സമുജ്വലമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു സന്ദേശം, അത് ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നതാണ്. ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് സ്വർഗാരോഹണം ദ്വാരകയിൽ നടക്കുന്നത് വരെ ശ്രീകൃഷ്ണന്റെ ജീവിതം മഹാഭാരതത്തിലൂടെ കടന്നുപോയാൽ ആത്മീയതയില്ലാത്ത പച്ച മനുഷ്യനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കുറിച്ച് മഹാഭാരതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീകൃഷ്ണനെ ആത്മീയതയോടുകൂടി കാണാൻ സാധിക്കുന്നത് ഭാഗവതത്തിലാണ്. ഭാഗവതത്തിൽ വിവരിക്കുന്നതിനെ ശ്രീകൃഷ്ണ കഥ എന്ന് പറയും. മഹാഭാരതത്തിൽ വിവരിക്കുന്നത് ശ്രീകൃഷ്ണ ചരിതമാണ്. ചരിതം എന്ന വാക്ക് ചരിത്രത്തെ കഥാരൂപത്തിൽ വിവരിക്കുന്നത് ചരിതം. ഭാഗവതത്തില് ശ്രീകൃഷ്ണ കഥകള്, മഹാഭാരതത്തില് അതേ ശ്രീകൃഷ്ണന്റെ ചരിത്രം കഥാരൂപത്തിൽ വിവരിക്കുന്ന ചരിതം. ഒരു നിമിഷം പോലും ശ്രീകൃഷ്ണൻ വെറുതെ ഇരുന്നിട്ടില്ല. എന്നും ആക്റ്റീവായിരുന്നു. വളരെയധികം എല്ലാ കാര്യത്തിലും, ജീവിതവുമായി ബന്ധപ്പെട്ട സർവകാര്യത്തിലും ശ്രീകൃഷ്ണൻ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒന്നിൽ നിന്നും മാറിയിരുന്നില്ല. വ്യാവഹാരിക ലോകത്തിലെ സർവ്വതും മനുഷ്യനുമായി ബന്ധപ്പെട്ടത്, അതിൽ നിന്ന് തിന്മകൾ ഉണ്ടാകാത്ത വിധത്തിൽ, തിന്മകളുടെ കൂടെ നിൽക്കാത്ത വിധത്തിൽ, തിന്മകൾ വളരാൻ അനുവദിക്കാത്ത വിധത്തിൽ നന്മയും നന്മയുടെ കൂടെ ഉള്ളവരെ സംരക്ഷിക്കുന്ന നന്മയുമാണ് കൃഷ്ണന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം. എല്ലാം പ്രായോഗികമാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ യാഗം ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുന്ന വിധത്തില് യാഗം ചെയ്യലൊന്നും അല്ല ജീവിതത്തില് ഏറ്റവും ധന്യമായിട്ട് നിർവഹിക്കേണ്ടത് എന്നെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. അപ്പൊ ശരിക്ക് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഈ വേദത്തിൽ 3 ഗുണവും ദോഷമൊക്കെ ഉണ്ട്. അതൊന്നും അല്ല നീ പഠിക്കേണ്ടത് അർജുന. വേദത്തിനപ്പുറത്തേക്ക് കിടക്കാം. അപ്പൊ വേദത്തെ പോലും ഒരു തരത്തില് നിരാകരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറഞ്ഞ വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ്റെത്. അപ്പൊ ശരിക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു വരി ഇന്നത്തെ സന്ദേശമായിട്ട്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്. നല്ലൊരു വരിയാണ്. ഈ ലോകത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാം, ജീവനുള്ളതും ജീവനില്ലാത്തതും സർവചരാചരങ്ങളും എന്ന് പറയാം, എല്ലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. വിശ്രമിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ പോലും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹാർട്ട്, ലിവർ, ലങ്സ്, ബ്ലഡ് സർക്കുലേഷൻ, കണ്ണുകൾ, മസ്തിഷ്കം, എല്ലാ ശരീരാവയവങ്ങളും ഈവൻ വിശ്രമിക്കുന്ന വ്യക്തിയിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു, കാറ്റ് അതിൻ്റെ മോളിക്യൂളുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഇല അനുനിമിഷം വളരുന്നു, ഫോട്ടോസിന്തസിസിന് വിധേയമാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഏത് മരമെടുത്താലും അതാതിൻ്റെ കാലത്ത് അതിൽ മുട്ടു വരുന്നു, പൂവ് വരുന്നു, കായ വരുന്നു, പഴം വരുന്നു, അതിൻ്റെ വംശത്തെ അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ വായു എടുത്താലും വെള്ളമെടുത്താലും സൂര്യനെ എടുത്തു കഴിഞ്ഞാലും ഏത് ചെടിയെ എടുത്താലും ഒരു പുല്ലിനെ എടുത്താലും ഒരു ബാക്ടീരിയയെ എടുത്താലും ഒരു ഈസ്റ്റിനെ എടുത്താലും ശരി, ഒരു ചെറിയ ഈച്ചയെ എടുത്താലും പൂച്ചയെ എടുത്താലും പട്ടിയെ എടുത്താലും പക്ഷിയെ എടുത്താലും ജീവിതാന്ത്യം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വിശ്രമിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അത് വാർദ്ധക്യത്തിൻ്റെ പേരിലായാലും ക്ഷീണത്തിന്റെ പേരിലായാലും വിശ്രമിക്കുന്ന പരിപാടിയുള്ളത് മനുഷ്യന് മാത്രമാണ്. ആ വാക്ക് മനുഷ്യന് മാത്രമാണ്.
ബാക്കിയുള്ളതെല്ലാം പ്രവർത്തിക്കുന്നു. ഈവൻ ഒരു പശു കിടക്കുന്ന സമയത്ത് പോലും അത് മനുഷ്യന് കൊടുക്കാനുള്ള പാല് രക്തത്തിൽ നിന്ന് ഫാറ്റ് എടുത്ത് പ്ലാസ്മ ചേർത്ത് ലിക്വിഡ് ചേർത്ത് പാല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ശരീരത്തിനകത്ത് മനുഷ്യന് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത്. കർമ്മം ചെയ്യാതെ ഈ ഭൂമിയിലുള്ള ഒന്നും തന്നെ, പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. മിക്കവാറും സർവചരാചരങ്ങളും അതിനെ ഏൽപ്പിച്ച ദൗത്യമാണ് ചെയ്യുക. ഏത് കാര്യത്തിലാണോ അത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് അതായിരിക്കും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സർജൻ സർജറി ചെയ്യുന്ന പോലെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്കൗണ്ടൻസി പഠിച്ച് അക്കൗണ്ടിങ് ചെയ്യുന്ന പോലെ, ഒരു അഡ്വക്കേറ്റ് നിയമാവലികൾ പഠിച്ച് വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, ഒരു ജഡ്ജി അയാൾ പഠിച്ചിരിക്കുന്ന നിയമാവലികൾക്കനുസരിച്ചിട്ട് വിധി പ്രഖ്യാപിക്കുന്ന പോലെ, അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരമ്മ കുട്ടിയെ സംരക്ഷിക്കുന്ന പോലെ, പിതാവ് കുടുംബത്തെ സംരക്ഷിക്കുന്ന പോലെ, ഏത് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളാം. ഒരു പട്ടി ചെയ്യുന്ന ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും, കാക്ക ചെയ്യുന്ന ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും, മാവിൻ്റെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും, പ്ലാവിൻ്റെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ചക്ക ഉണ്ടാക്കാൻ ശ്രമിക്കില്ല, പ്ലാവ് മാങ്ങ ഉണ്ടാക്കാനും ശ്രമിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എല്ലാവരും നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കും ആ സന്ദേശമെടുത്ത് എത്രത്തോളം മാനസികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, മാനസികമായിട്ട് ഉയരാനും ഉയർത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുക. നമ്മളുമായി ബന്ധപ്പെട്ട സർവരുടെയും ശരീരത്തിന്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്തവരുടെയും എല്ലാം കുടുംബത്തിനകത്തുള്ള നന്മ വരുത്താനുള്ള കർമ്മത്തിൽ ഏർപ്പെടുക. മനസ്സുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള്, ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള്, കുടുംബവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള്, സമൂഹവും രാഷ്ട്രവും ഒരു സ്റ്റെപ്പ് കൂടി കടക്കാൻ സാധിക്കുമെങ്കിൽ മാനവരാശിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ആ കർമ്മം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചെയ്യാൻ സാധിക്കും. ധന്യമായിട്ടുള്ള സന്ദേശങ്ങൾ ബോറടിക്കാത്ത വിധത്തിൽ വികൃതമായ രീതിയിൽ അതിനെ എൻലാർജ് ചെയ്യാതെ ചെറിയ ചെറിയ നന്മകൾ വായിക്കുന്നവരുടെ ലെവലിലേക്ക് എത്തത്തക്ക വിധത്തിൽ, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെ, ഇന്റർനെറ്റിലൂടെ, വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ എത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒരു സംഘടന ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. അതേപോലെ ഇന്നലെ ജെയ്സീസ് ക്ലബില് കുറേ പേര് ഒത്തിരി ഡ്രസ്സ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയുണ്ടായി. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള, ഉപയോഗിച്ചതാണെങ്കിൽ ക്ലീൻ ചെയ്ത് പ്രസ് ചെയ്ത ഡ്രസ്സ്, അത് പാവങ്ങൾക്ക് എത്തിക്കാനാണ്. എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം മുഴുവനും ഇപ്പം ഡ്രസ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ അതെല്ലാവർക്കും എത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ തന്നെ കുറേ പേര് ഇവിടെ വന്ന് കൊണ്ടുപോയി പാവങ്ങൾ. അവർ തീരുമാനിച്ചു അവരുടെ വീടുകളിലും അവർക്കുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അടുത്ത് നിന്ന് നല്ല ക്വാളിറ്റി ഡ്രസ്സ്. ഇന്നലെ കൂടുതലും അത് കൊണ്ടുപോയത് മുസ്ലിങ്ങളാണ് വന്ന് കൊണ്ടുപോയത്. എനിക്ക് അത്ഭുതം തോന്നി. അവർ വന്ന് എടുത്തു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു സാരി മതി, വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സാരി 4-5 സാരി വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിരുന്നു, നല്ല ക്വാളിറ്റി സാരികൾ. അപ്പോൾ അതാ ജീസീസ് ക്ലബിലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തതാണ്. ഇത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാം. അതുകൊണ്ട് നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും, തേനീച്ചയാണെങ്കിലും ശരി, ഈച്ചയാണെങ്കിലും പാറ്റയാണെങ്കിലും പൂച്ചയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതിനെ ഏൽപ്പിച്ച, അത് ഏറ്റെടുത്ത കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടേതായിട്ടുള്ള കർമ്മം മരണത്തിൻ്റെ ഏറ്റവും അടുത്ത് വന്ന് അനങ്ങാതെ കിടക്കാൻ സാധിക്കുന്ന ആ അവസ്ഥയുണ്ടാകുന്നത് വരെ, മരിക്കുന്നത് വരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു സന്ദേശം
ഭഗവത്ഗീതയിലുള്ളത് നമുക്ക് പ്രയോജനപ്പെടട്ടെ. പ്രണാമം, നമസ്കാരം.